hyperconjugation. Hyperconjugation is the delocalization of sigma electron. Delocalization of sigma electrons. Sigma electrons in the delocalization ആണ്. That sigma electrons are CH bond ഉള്ള sigma electrons in delocalization. That is CH bond is of the methyl group. CH3 ഗ്രൂപ്പിലുള്ള CH bond ഉള്ള sigma electrons in delocalization ആണ് hyperconjugation. ഇനി ഈ CH3 ഗ്രൂപ്പ് എവിടെ അറ്റാച്ച് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അതായത് അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു ആറ്റത്തിന്റെ മേല അറ്റാച്ച് ചെയ്യുക അല്ലെങ്കിൽ അൺഷെയർഡ് പി ഓർബിറ്റ് അപ്പൊ അങ്ങനെ അതാണ് ഹൈപ്പർ കോൺജുഗേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഹൈപ്പർ കോൺജുഗേഷൻ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ പറയാം ഡീലോക്കലൈസേഷൻ ഓഫ് സിഗ്മ ഇലക്ട്രോൺ ഡീലോക്കലൈസേഷൻ ആണ്. സിഗ്മ ഇലക്ട്രോൺ എന്ന് പറയുന്നത് CH ബോണ്ടുള്ള സിഗ്മ ഇലക്ട്രോൺസ് ആണ്. ആ CH ബോണ്ട് ഏതുള്ള CH ബോണ്ടാണ്? മീഥൈൽ ഗ്രൂപ്പിലുള്ള CH ബോണ്ട്. മീഥൈൽ ഗ്രൂപ്പിലുള്ള CH ബോണ്ടിന്റെ സിഗ്മ ഇലക്ട്രോൺസ് ഡീലോക്കലൈസേഷൻ. അതുപോലെ തന്നെ ഈ CH3 ഗ്രൂപ്പ് ഒരു അൺസാച്ചുറേറ്റഡ് ആറ്റമായിട്ട് ഡയറക്റ്റ് ബോണ്ട് ഫോം ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഒരു അൺഷെയർഡ് പി ഓർബിറ്റലായിട്ട് അത് ഒരു കോൺജുഗേഷനിൽ വരണം. അൺഷെയർഡ് പി ഓർബിറ്റലായിട്ട് ബോണ്ടിങ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള CH3 ഗ്രൂപ്പ്, ആ CH3 ഗ്രൂപ്പിന്റെ CH സിഗ്മ ഇലക്ട്രോണിന്റെ ഡീലോക്കലൈസേഷൻ ആണ് ഹൈപ്പർ കോൺജുഗേഷൻ എന്ന് പറയുന്നത്. അതായത് ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. അതായത് CH3 ഗ്രൂപ്പ് ഉണ്ടല്ലോ, നമ്മുടെ മീഥൈൽ ഗ്രൂപ്പ് CH3 ഗ്രൂപ്പ്, ആ CH3 ഗ്രൂപ്പ് ഒന്നെങ്കിൽ ഒരു അൺഷെയർഡ് പി ഓർബിറ്റലായിട്ട് ബോണ്ടിങ് ഉണ്ടാവും, അതല്ലെങ്കിൽ എന്ത് ചെയ്യാം ഒരു അൺസാച്ചുറേറ്റഡ് സിസ്റ്റുമായിട്ട് ബോണ്ടിങ്, അൺസാച്ചുറേറ്റഡ് ആറ്റുമായിട്ട് ബോണ്ടിങ് വരും. ഇതിപ്പം ഈ CH3 ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ടു ഒരു കാർബൺ ആറ്റമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. ആ കാർബൺ ആറ്റം എന്താ അൺസാച്ചുറേറ്റഡ് ആണ്. അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള H കൂടെ വേണം അല്ലേ, CH. ഈ കാർബൺ ഒരു അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള അൺസാച്ചുറേറ്റഡ് ആണല്ലോ, ഡബിൾ ബോണ്ട് അല്ലേ അവിടെ ഉള്ളത്. അപ്പൊ ഈ CH3 ഗ്രൂപ്പിന് ഹൈപ്പർ കോൺജുഗേഷൻ കാണിക്കാൻ പറ്റും. അതുപോലെ തന്നെ അൺഷെയർഡ് പി ഓർബിറ്റൽ അല്ലെങ്കിൽ സെക്കൻഡ് പി ഓർബിറ്റൽ ഉണ്ടായാലും മതി. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഈഥൈൽ CH3 CH2 ഈഥൈൽ കാറ്റോൺ CH3 CH2 പ്ലസ് ഈഥൈൽ കാറ്റോൺ അപ്പൊ ഈഥൈൽ കാറ്റോൺ അതിലുള്ള മീഥൈൽ ഗ്രൂപ്പിനും ഹൈപ്പർ കോൺജുഗേഷൻ കാണിക്കാൻ പറ്റും. അപ്പൊ ഇതിലുള്ള മീഥൈൽ ഗ്രൂപ്പിന് ഹൈപ്പർ കോൺജുഗേഷൻ കാണിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിലൊരു വേക്കന്റ് പി ഓർബിറ്റിൽ വരുന്നുണ്ട്. ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് കാണുന്നുണ്ടല്ലോ. അപ്പൊ ഇലക്ട്രോൺ ലോസ് ആകുമ്പോഴാണ് പോസിറ്റീവ് ചാർജ് വരുന്നത്. അപ്പൊ പി ഓർബിറ്റിൽ നിന്ന് ഇലക്ട്രോൺ ലോസ് ആയിട്ടുണ്ട്. അപ്പൊ വേക്കന്റ് ആയിട്ടുള്ള ഒരു പി ഓർബിറ്റ് അവിടെ കാണും. അപ്പൊ അങ്ങനെയുള്ള ഒരു കാർബണായിട്ടാണ് ഈ CH3 ഗ്രൂപ്പ് ബോണ്ടിങ് ഉള്ളത്. അതുകൊണ്ട് ഈഥൈൽ കാറ്റോണും അതുപോലെ തന്നെ ഹൈപ്പർ കോൺജുഗേഷൻ കാണിക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു എന്താണ് ആറ്റമായിട്ട് ബോണ്ടിങ്ങിലുള്ള CH3 ഗ്രൂപ്പിലെ CH ബോണ്ടിലുള്ള സിഗ്മ ഇലക്ട്രോൺസിന്റെ ഡീലോക്കലൈസേഷൻ ആണ് ഹൈപ്പർ കോൺജുഗേഷൻ എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഒരു ഇങ്ങനൊരു ഹൈപ്പർ കോൺജുഗേഷൻ സിസ്റ്റത്തിൽ ഹൈപ്പർ കോൺജുഗേഷൻ ഉണ്ടെങ്കിൽ ആ സിസ്റ്റം സ്റ്റേബിളായി. അത് മറ്റ് മോളിക്കൂളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഹൈപ്പർ കോൺജുഗേഷൻ കാണിക്കുന്ന മോളിക്കൂൾ കുറേയും കൂടെ സ്റ്റെബിലിറ്റി അതിന് അറ്റൈൻ ചെയ്യാൻ പറ്റും ഹൈപ്പർ കോൺജുഗേഷനിലൂടെ. അതായത് ആ ഇലക്ട്രോൺ ഡീലോക്കലൈസേഷൻ നടക്കുന്നതിലൂടെ ഒരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട്. നമുക്കതൊന്ന് വരച്ച് നോക്കാം. അതായത് നമ്മുടെ ഈഥൈൽ ഗ്രൂപ്പിലെ ഹൈപ്പർ കോൺജുഗേഷൻ കാണിക്കുന്ന സ്ട്രക്ചർ വരക്കാൻ ചോദിച്ചാൽ അതെങ്ങനെ വരക്കും നമുക്ക് നോക്കാം. അതുപോലെ തന്നെ അവിടെ നമ്മുടെ ആൽക്കീൻ്റെ ഒരു അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റമായിട്ട് മീഥൈൽ ഗ്രൂപ്പ് ഹൈപ്പർ കോൺജുഗേഷനിൽ കണ്ടല്ലോ, അത് അറ്റാച്ച് ചെയ്തിട്ട് കണ്ടല്ലോ. അപ്പൊ അതിന്റെ കേസിലും അതെങ്ങനെയാണ് വരക്കാൻ നോക്കാം. ഹൈപ്പർ കോൺജുഗേഷൻ നമ്മൾ ആദ്യം ഫസ്റ്റ് ഈഥൈൽ കാറ്റോൺ എടുക്കാം. അതായത് CH3 CH2
പ്ലസ് ഇതാണ് ഈഥൈൽ കാറ്റോൺ എന്ന് പറഞ്ഞാൽ ഈഥൈൽ കാറ്റോൺ. അപ്പോൾ നമ്മളതിൻ്റെ ബോണ്ടിങ് ഒന്നും കൂടെ വരച്ചു കഴിഞ്ഞാൽ ഈ വിധത്തിൽ വരക്കാലോ. ഇതിൻ്റെ CH പിന്നെ CH അടുത്ത് തന്നെ വരക്കാം, ബോണ്ട് കാണിക്കാം. അപ്പം ഇങ്ങനെയാണ് അവിടെ ഇതിൻ്റെ ബോണ്ട് ഉള്ളത് അല്ലേ. ഈഥൈൽ ഗ്രൂപ്പിലെ ബോണ്ടിങ് ഉള്ളത് എങ്ങനെയാണ് ഇവിടെ നമുക്ക് ഈ CH ബോണ്ടിനെ കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് ഈ CH ബോണ്ടിന് സിഗ്മ ഇലക്ട്രോൺസ്. ഇവിടെ ഈ സിഗ്മ ഇലക്ട്രോൺസ് എന്താണെന്ന് വെച്ചാൽ ഇവിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതായത് ഹൈഡ്രജൻ അതിൻ്റെ ഇലക്ട്രോൺ ലോസ് ചെയ്യും അല്ലേ. ബോണ്ടിങ്ങിനെ തന്നെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഹൈഡ്രജന് അതിൻ്റെ ഇലക്ട്രോൺ ലോസ് എന്ന് പറയും. അപ്പോൾ ഹൈഡ്രജൻ എങ്ങനെ വരും? അതിനൊരു പോസിറ്റീവ് ചാർജ്, അതിൻ്റെ ഇലക്ട്രോൺ ലോസ് ആവുന്നതുകൊണ്ട് ഹൈഡ്രജനൊരു പോസിറ്റീവ് ചാർജ് കിട്ടും. ഹൈഡ്രജൻ പോസിറ്റീവ് ചാർജ് വരും അല്ലേ. അപ്പോൾ ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി ഒരു ബോണ്ട് ഉണ്ട്, സിംഗിൾ ബോണ്ട് ഉണ്ടല്ലോ. ഇത് ഇങ്ങനെയാണ് ഉള്ളത് അല്ലേ. സിംഗിൾ ബോണ്ട് അവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ബോണ്ടും കൂടെ വരുമ്പോൾ അവിടെ എന്താവും? ഡബിൾ ബോണ്ട് വരും. ഡബിൾ ബോണ്ട് വരും. പിന്നെ ഈ ബോണ്ട് ഇവിടെ വരുന്നതുകൊണ്ട് കാർബൺ, ഈ പോസിറ്റീവ് ചാർജുള്ള കാർബണിന് ഒരു ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആകുമ്പോൾ ഇലക്ട്രോൺ കിട്ടി അല്ലേ. അപ്പോൾ ഇലക്ട്രോൺ കിട്ടുമ്പോൾ അതിനെ പോസിറ്റീവ് ചാർജിന് ന്യൂട്രലൈസ് ചെയ്യും. അപ്പോൾ ആ പോസിറ്റീവ് ചാർജ് അവിടെ വരില്ല. ബാക്കി രണ്ട് ബോണ്ട് അതേപോലെ കാണിക്കും. അപ്പോൾ ഇത് ഒരു ഹൈപ്പർ കോൺജുഗേഷൻ കാണിക്കുന്ന ഈ മോളിക്യൂളിന്റെ നമുക്ക് ഹൈപ്പർ കോൺജുഗേറ്റഡ് സ്ട്രക്ചർ വരച്ചാണ്. ഇനി നമ്മൾ ഈ ഒരു CH ബോണ്ട് എടുത്തതിന് പകരം നമ്മൾ ഇവിടെ ഉണ്ടല്ലോ ഒരു CH സിഗ്മ ബോണ്ട്. അപ്പോൾ ഈ ഒരു CH സിഗ്മ ബോണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ തന്നെ ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഈ ഹൈഡ്രജന് പോസിറ്റീവ് ചാർജ് കിട്ടുന്നു. ബാക്കിയൊക്കെ ഇതുപോലെ പറഞ്ഞ പോലെ തന്നെ. അതായത് ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആകുമ്പോൾ ഡബിൾ ബോണ്ട് വരും. ഇവിടെ ഡബിൾ ബോണ്ട് വരുമ്പോൾ കാർബണിന്റെ പോസിറ്റീവ് ചാർജ് ന്യൂട്രലൈസ് ചെയ്യും. ഇതൊക്കെ അതേപോലെ വരും അല്ലേ. അപ്പോൾ അതങ്ങനെ നമുക്ക് വരക്കാൻ പറ്റും. താഴോട്ട് ഇതിൻ്റെ സ്ട്രക്ചർ താഴോട്ട് വരക്കാം. ഇവിടെ വരും. അതായത് ഇവിടെ വരുന്നത് നമ്മൾ പറഞ്ഞത് ഈ ഒരു ബോണ്ട് ചേഞ്ചില്ല അതേപോലെ വരച്ചു, ഈ ബോണ്ടിന് ചേഞ്ചില്ല അതേപോലെ വരച്ചു. ഈ ഒരു CH സിഗ്മ ബോണ്ടാ പറഞ്ഞു അല്ലേ. അപ്പോൾ അവിടെ എന്ത് ചെയ്തു? അവിടെ ഹൈഡ്രജന്റെ ഇലക്ട്രോൺ ലോസ് ആവുന്ന H+ കിട്ടി. ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് ചെയ്തു? ഡബിൾ ബോണ്ട് ഉണ്ട്. ഓൾറെഡി സിംഗിൾ ബോണ്ട് ഉണ്ട്. ഈ ബോണ്ടാണ് ഇവിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്തത് അല്ലേ. അടുത്ത സ്ട്രക്ചർ വെച്ച് കാണിക്കണമെങ്കിൽ അത് ഇത് മാത്രം, ഇത് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് ഷിഫ്റ്റ് ചെയ്യുന്നു. ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്താവും? ഇവിടെ ഡബിൾ ബോണ്ട് വന്നു. മറ്റേ വേറെ ചേഞ്ച് അവിടുത്തെ പോസിറ്റീവ് ചാർജ് പോയി ഇങ്ങനെ വരും. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ മൂന്നാമത്തെ അല്ലെ, ഇവിടെ ഒരു CH ബോണ്ട് വരും, ഇവിടെ രണ്ടാമത്തെ CH ബോണ്ട് വന്നു. ഇവിടെ മൂന്നാമതൊരു CH ബോണ്ട് കൂടെ അവിടെ ഉണ്ടല്ലോ. അപ്പോൾ അതിന് നമ്മൾ നെക്സ്റ്റ് അതിൻ്റെ ഒരു എക്സ്ചേഞ്ചാണ് നടക്കുന്നത് നോക്കാം. അതായത് ഇവിടെയുള്ള CH ബോണ്ട് ഡീലോക്കലൈസേഷൻ നടക്കുന്നു. നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ CH സിഗ്മ ബോണ്ടിന്റെ ഡീലോക്കലൈസേഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും അല്ലേ. ഈ ഹൈഡ്രജൻ എന്ത് കിട്ടും? പോസിറ്റീവ് ചാർജ് കിട്ടും. ബാക്കിയൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ട്രക്ചർ അതേപോലെ വരും. അതായത് അവിടെ ഇപ്പം ഈ ബോണ്ടിന് ചേഞ്ചിൽ അതേപോലെ വന്നു, ഈ ബോണ്ടിന് ചേഞ്ചിൽ അതേപോലെ വന്നു. നമ്മൾ ഇവിടെയാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ ഹൈഡ്രജന് പോസിറ്റീവ് ചാർജ് കിട്ടും. പിന്നെ ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തല്ലോ. ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് അതിനെന്ത് വരും? ഇവിടെ ഡബിൾ ബോണ്ട്, ഓൾറെഡി ഒരു സിംഗിൾ ബോണ്ട് ഉണ്ട്. അതിൻ്റെ കൂടെ ഈ ബോണ്ട് കൂടെ വരുമ്പോൾ ഒരു ബോണ്ട് കൂടെ വന്നു, ഡബിൾ ബോണ്ട് വന്നു. ഈ ബോണ്ട് അവിടെ വരുമ്പോൾ കാർബണിന്റെ ചാർജ് പോസിറ്റീവ് ചാർജ് ന്യൂട്രലൈസ് ചെയ്യും. അതിന് ചാർജ് ഉണ്ടാകില്ല. ബാക്കി ബോണ്ടൊക്കെ അതേപോലെ വരും. അങ്ങനെ നമുക്ക് 3 ഹൈപ്പർ കോൺജുഗേറ്റഡ് സ്ട്രക്ചർ ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈഥൈൽ കാറ്റോണിന്റെ സ്ട്രക്ചർ ഹൈപ്പർ കോൺജുഗേറ്റഡ് സ്ട്രക്ചർ വരക്കാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ വരക്കാൻ ചോദിച്ച രീതിയിലാണ് വരച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഇങ്ങനെ വരും അല്ലെ, രണ്ടാമത്തെ സ്ട്രക്ചർ ഇങ്ങനെ. അതിനിടയിൽ ഇങ്ങനെ നമ്മൾ റെസൊണൻസിന്റെ കേസ് വരക്കുന്ന പോലെ തന്നെ എന്ത് ചെയ്യാം? ഡബിൾ ഹെഡഡ് എറോ വെച്ചിട്ട്. ഓക്കെ, ഇവിടെ 3 ഹൈപ്പർ കോൺജുഗേറ്റഡ് സ്ട്രക്ചറാണ് കിട്ടുന്നത്. ഇവിടെ ഈ ഹൈപ്പർ കോൺജുഗേറ്റഡ് സ്ട്രക്ചറിന്റെ എണ്ണം കൂടുന്തോറും ആ മോളിക്യൂളിന്റെ സ്റ്റെബിലിറ്റി കൂടി വരുന്നുണ്ട്. ഇപ്പം 3 CH സിഗ്മ ബോണ്ട് അങ്ങനെ ഷിഫ്റ്റ് ചെയ്യാനുള്ളൂ അല്ലെ, ഡീലോക്കലൈസ് ചെയ്യാനുള്ളൂ. അതുകൊണ്ട് 3 സ്ട്രക്ചർ കിട്ടും. അപ്പോൾ കൂടുതൽ മീഥൈൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും? കൂടുതൽ ഹൈപ്പർ കോൺജുഗേറ്റ് സ്ട്രക്ചർ നമുക്ക് വരക്കാൻ പറ്റും. അത് അങ്ങനെ വരുമ്പോൾ അതിൻ്റെ മോളിക്യൂളിന്റെ സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. അതൊന്ന് വരച്ചു കൊടുക്കാനും
നെക്സ്റ്റ് നമുക്കത് അൺസാച്ചുറേറ്റഡ് സിസ്റ്റത്തിന്റെ മേലെ വരുന്ന ഒരു കേസും കൂടെ ജസ്റ്റ് നമുക്ക് വരക്കാൻ നോക്കാം. അതായത് CH3 എന്നുള്ള ഗ്രൂപ്പ് ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ടു ഡബിൾ ബോണ്ട്, അതായത് C ഡബിൾ ബോണ്ട് CH ഇങ്ങനെ നമുക്ക് എടുക്കാം. C ഡബിൾ ബോണ്ട് CH2 എന്നുള്ള കേസ് എടുക്കാം. ഇവിടെ ഈ കാർബണിന്റെ ഇവിടെ എച്ചും കൂടെ വേണം അല്ലേ, എന്നാലേ അതിന്റെ ബോണ്ട് സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. അപ്പോൾ CH3 CH ഡബിൾ ബോണ്ട് CH2 നമ്മളൊന്നും കൂടെ വരക്കുകയാണെങ്കിൽ ബോണ്ടൊക്കെ കാണുന്ന വിധത്തിൽ വരച്ചാൽ CH ഇങ്ങനെ വന്നു, ഇവിടെ H വന്നു, ഇവിടെ H, ഇവിടെ CH, ഇവിടെ ഡബിൾ ബോണ്ട് C ഇങ്ങനെ വന്നു. ഓക്കെ, നേരത്തെ കാണിച്ചത് പോലെ തന്നെ ചെയ്യാം. അതായത് ഈ ഫസ്റ്റ് ഈ ബോണ്ട് എന്ത് ചെയ്യുന്നു, ഇവിടത്തേക്ക് ഈ സിഗ്മ ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് ഡീലോക്കലൈസേഷൻ നടക്കുന്നു. അപ്പോൾ ഈ ബോണ്ട് അങ്ങ് പോകുമ്പോൾ ഈ ഹൈഡ്രജൻ എന്ത് കിട്ടും, പോസിറ്റീവ് ചാർജ് കിട്ടും അല്ലേ, അതിനോട് പോസിറ്റീവ് ചാർജ് വരും. അപ്പോൾ ഈ ബോണ്ട് ഇവിടെ വരുമ്പോൾ ഈ ബോണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ കാർബൺ എന്താവും, കാർബൺ 5 വാലൻസ് വരും അല്ലേ. അതായത് ഒന്ന് ഇവിടെ ഉണ്ട് 1 2 3 4, ഇനി വരുന്നതും കൂടെ ആകുമ്പോൾ 5 വാലൻസ് വരും. അപ്പോൾ 5 വാലൻസി കാർബണിന് പറ്റില്ലല്ലോ, അതുകൊണ്ട് എന്ത് ചെയ്യും, ഈ കാർബണിന്റെ കേസിൽ ഈ ഡബിൾ ബോണ്ട് എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ്. എന്നിട്ട് അവിടെ ഈ കാർബണിലേക്ക് മാത്രം നമ്മുടെ കാർബൺ ഈ 2 ഇലക്ട്രോൺ കാർബൺ ഈ ബോണ്ടിന് 2 ഇലക്ട്രോൺസ് അല്ലേ ഉണ്ടാവുക, 2 ഇലക്ട്രോൺസ് ഈ കാർബണിന് സ്വന്തമായിട്ട് വരും. അപ്പോൾ കാർബണിന് നെഗറ്റീവ് ചാർജ് കിട്ടും. ഞാൻ പറഞ്ഞത് അതായത് ഈ ഒരു കാർബൺ ഹൈഡ്രജൻ സിഗ്മ ഇലക്ട്രോൺസ് ഇവിടെ നിന്ന് മാറി ഇങ്ങോട്ടേക്ക് അത് മാറും, ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഷിഫ്റ്റ് ചെയ്ത് ഡബിൾ ബോണ്ട് നമ്മൾ വരക്കണം. അപ്പോൾ ഡബിൾ ബോണ്ട് വരക്കുമ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് കൂടെ വന്നു കഴിഞ്ഞാൽ ഈ കാർബണിന്റെ കേസിൽ കാർബണിന് 5 ബോണ്ട് 1 2 ഈ വരുന്ന ബോണ്ടും കൂടെ കൗണ്ട് ചെയ്തെന്നാണ് ഞാൻ 1 2 3 4 5 ബോണ്ട് ഇല്ല. 5 ബോണ്ട് പറ്റില്ലല്ലോ, ഈ കാർബണാണ് കുഴപ്പം, 5 ബോണ്ട് ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു ബോണ്ട് ഷിഫ്റ്റ് ചെയ്ത് ഈ കാർബൺ അടുത്തേക്ക് മാത്രം അതിലേക്ക് മാത്രം ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ കാർബൺ എന്ത് ചെയ്യും, ഒരു നെഗറ്റീവ് ചാർജ് കിട്ടും. ആദ്യത്തിലാണ് ഇവിടെ സിഗ്മ ഇലക്ട്രോൺസ് ഡീലോക്കലൈസേഷൻ നടക്കുന്നത്. നമുക്കൊന്ന് വരച്ച് നോക്കാം. ഇവിടെ വരുന്നത് ഈ ഹൈഡ്രജൻ കേസല്ലേ പറഞ്ഞാൽ ഹൈഡ്രജൻ എന്ത് കിട്ടും, പോസിറ്റീവ് ചാർജ് കിട്ടും. ഇവിടെ H അതിന് ചേഞ്ച് ഇല്ല, ഇതിനും ചെയ്യുന്നില്ല. ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇവിടെ എന്ത് വരക്കണം, ഡബിൾ ബോണ്ട് വരക്കണം. പിന്നെ ഈ കാർബണിന്റെ മേലെ എന്തുണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. പിന്നെ കാണുന്നുണ്ടല്ലോ ഈ ബോണ്ടിനെ ഷിഫ്റ്റ് ചെയ്ത ഒരു ബോണ്ട് അവിടെ ഉണ്ട്, പക്ഷെ ഒരു ബോണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ കാർബണിന്റെ മേലെ 2 ഹൈഡ്രജൻ ഫില്ലിൽ അതേപോലെ വരച്ചു. പിന്നെ ഈ ബോണ്ട് 2 ബോണ്ട് ഒരു ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്ത് 2 ഇലക്ട്രോൺ കിട്ടും, ഒരു നെഗറ്റീവ് ചാർജ് കിട്ടും. ഇതാണ് ഇവിടുത്തെ ഹൈപ്പർ കോൺജുഗേറ്റഡ് സ്ട്രക്ചർ വരുന്നത്. ഓക്കെ, ഉണ്ടാവില്ല പറഞ്ഞത് ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഈ ബോണ്ട് ഇവിടത്തേക്ക് ഈ കാർബണിന്റെ അടുത്തേക്ക് മാത്രം, അപ്പോൾ കാർബണിന് നെഗറ്റീവ് ചാർജ് വന്നു. പിന്നെ ഹൈഡ്രജന്റെ പോസിറ്റീവ് ചാർജ്. ഓക്കെ, പിന്നെ അടുത്ത സ്ട്രക്ചർ ഒന്നും ചെയ്യാനില്ല. 2 സ്ട്രക്ചർ എന്തായാലും ഇവിടെ H+ എഴുതാം, ബാക്കിയൊക്കെ സെയിം ആയി അല്ലേ. അടുത്ത സ്ട്രക്ചർ എടുക്കുമ്പോൾ ഈ ഹൈഡ്രജന്റെ അവിടെ H+ എഴുതാം, ബാക്കിയൊക്കെ ഇതേപോലെ മുട്ടി എഴുതാം. ഒരു എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. അപ്പോൾ അവിടെ വരുന്നത് എന്താ, ഒന്നാമത്തെ കേസിൽ ഇവിടെ CH വരച്ചു. ഞങ്ങളിപ്പോൾ എടുക്കുന്നത് ഈ ഒരു ഹൈഡ്രജന്റെ കേസാണെങ്കിൽ അവിടെ എന്ത് ചെയ്യുക, H+ എടുക്കണം. ബാക്കിയൊക്കെ അതേപോലെ വരക്കേണ്ടതേ ഉള്ളൂ, എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. അവിടെ CH വന്നു, പിന്നെ ഇവിടെ എന്ത് CH വന്നു, ഇവിടെ നെഗറ്റീവ്. ഓക്കെ, ഇനി അടുത്ത കേസിൽ എന്ത് വരും, ഈ ഹൈഡ്രജന് പകരം ഈ ഹൈഡ്രജന്റെ കേസ് ആ സിഗ്മ ഇലക്ട്രോൺസ് നോക്കാം, അത് കൺസിഡർ ചെയ്യാം. അപ്പോൾ അവിടെ എങ്ങനെ വരും, ഇതിങ്ങനെ തന്നെ വന്നു, ഇതിൽ ചേഞ്ച് അങ്ങനെ തന്നെ വെച്ചു. ഇവിടെ എന്ത് ചെയ്ത് H+ എഴുതുക, ഇവിടെ ഡബിൾ ബോണ്ട് വരക്കുക, അതിൻ്റെ മേലെ വെച്ച് പിന്നെ എന്ത് ചെയ്യാം, ഇത് വെച്ച്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഈ ഒരു അൺസാച്ചുറേറ്റഡ് സിസ്റ്റമായിട്ട്